നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. എനിക്ക് ഒരിക്കലും കഴിയില്ല. അത് നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത്. നിങ്ങളുടെ സൗഹൃദത്തിന് ഒരു കോട്ടവും വരാൻ പാടില്ലെന്ന് തന്നെയാ ആന്റി എന്നോട് പറഞ്ഞത്. നിങ്ങളെ ഞാൻ അകറ്റാൻ ശ്രമിച്ച ദൈവം പോലും എന്നെ വെറുതെ വിടില്ല. നോക്ക് സൂര്യ, ലോകത്തിലെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അത് നല്ല ഫ്രണ്ട്ഷിപ്പാ. ഇവിടെ നിങ്ങളെ പോലെ ആവാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. പുറമേ നിന്ന് കാണുന്നവർക്ക് ചിലപ്പോ പലതും തോന്നും. അതൊന്നും നല്ല സൗഹൃദങ്ങളെ ബാധിക്കില്ല. ദേ നോക്ക്, ഭാവന സൂര്യ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. സൂര്യ അങ്ങനെ ചെയ്യരുത്. ഭാവനയെ നമുക്ക് പഴയ ഭാവനയാക്കി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. നോക്ക് സൂര്യ, ഞാനീ പറയുന്നത് സീരിയസ് ആയിട്ട് തന്നെ സൂര്യ കാണണം. നിങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാവും. താങ്ക്സ് മനസ്സ. ഞങ്ങളുടെ മനസ്സെന്താണെന്ന് താനെങ്കിലും മനസ്സിലാക്കിയല്ലോ. അത് മതി, അത് മാത്രം മതി. ആന്റിയുടെ അവസ്ഥ സൂര്യക്കറിയാലോ. വിധിയെ തടയാൻ നമുക്കാവില്ല സൂര്യ. അതുകൊണ്ടാ ഞാൻ ഈ വിവാഹത്തിന് എതിർത്തൊന്നും പറയാത്തത്. ഡേ, ഇപ്പൊ ആന്റി എത്രമാത്രം ഹാപ്പിയാന്ന് സൂര്യ ശ്രദ്ധിച്ചായിരുന്നോ? മക്കളുടെ ഭാവി സുരക്ഷിതമായെന്ന ബോധ്യമായ മാതാപിതാക്കളെ പോലെ സന്തോഷിക്കുന്ന മറ്റാരും കാണില്ല സൂര്യ. അത് അവരുടെ ആയുസ് വർദ്ധിപ്പിക്കും. സൂര്യ, സൂര്യ നോക്കിക്കോ, നമ്മുടെ വിവാഹം കഴിയുന്നതോടെ ആന്റിയും മാനസികമായി മെച്ചപ്പെടും. അത് ഞാൻ ഉറപ്പ് തരുക. തളരാതെ സൂര്യ, നിനക്കൊപ്പം എന്തിനും ഒരു തുണയായി ഞാനുണ്ടാവും. സൂര്യ നോക്കിക്കോ, നമ്മുടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ. പിന്നീടാണ് ഞാൻ ആരാണെന്ന് സൂര്യ മനസ്സിലാക്കാൻ പോകുന്നത്. എന്റെ ആദ്യത്തെ ദൗത്യം തന്നെ ഭാവനയെ നിന്റെ മനസ്സിൽ നിന്നും പറിച്ചെറിയുക എന്നതാ. അതിനുള്ള മാസ്റ്റർ പ്ലാനൊക്കെ ഞാൻ എന്നേ തയ്യാറാക്കി കഴിഞ്ഞു. ഇനി ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നീ ഈ മാനസയ്ക്ക് മാത്രം സ്വന്തം. ഇതെന്താണെന്ന് കണ്ടോ? സൂര്യയുടെ മാനസയുടെ കല്യാണ ലെറ്റർ. അതിനിപ്പോ എന്താ ഏട്ടാ, കല്യാണ ലെറ്റർ ഞങ്ങൾക്കും കിട്ടിയായിരുന്നു. അതറിയാം നിങ്ങൾക്ക് കിട്ടിക്കാണോന്ന്. പക്ഷേ ഈ ലെറ്ററിൽ മാനസയുടെ പേര് വന്നപ്പോ ഞങ്ങൾക്ക് രണ്ടാൾക്ക് സഹിക്കാൻ പറ്റിയില്ല. അത് ചോദിക്കാനാ ഇങ്ങോട്ട് വന്നത്. മാനസയ്ക്ക് എന്താ വലിയ കുഴപ്പം? അവള് സൂര്യക്ക് ചേർന്ന പെണ്ണല്ലേ? സൂര്യക്ക് ചേർന്ന പെണ്ണൊക്കെ തന്നെയാ. പക്ഷെ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോ മാനസയെ നേരത്തെ തന്നെ കരുതിക്കുട്ടി അവിടെ കൊണ്ട് നിർത്തിയിരിക്കായിരുന്നു അല്ലേ? വല്യമ്മേ, കൂടുതൽ കാട് കയറി ചിന്തിക്കണ്ട. മാനസയെ ഞാനാണ് സൂര്യക്ക് വേണ്ടി സജസ്റ്റ് ചെയ്തത്. അതെ ഏട്ടാ, ഭാവന തന്നെയാ മാനസയെ കൊണ്ട് സൂര്യ കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ച. അല്ലാതെ അവിടെ ആരും മനഃപൂർവ്വം ചെയ്തല്ല. കൊള്ളാം. നിനക്കെന്താ ഭാവന, തലയ്ക്ക് വല്ല ഓളമുണ്ടോ? ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഇത്? താലി കെട്ടിയ പുരുഷനെ വേറൊരു പെണ്ണിന് വിട്ടുകൊടുത്തിരിക്കുന്നു. എന്താ മാമി ഇത്? ഭാവന താലി തിരിച്ചു കൊടുത്തേനല്ലേ നേരത്തെ ഇവിടെ വന്ന് സംസാരിച്ചിട്ട് പോയത്? ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ല. മായച്ച് പറഞ്ഞതല്ലേ വല്യമ്മ ശരി? പിന്നെ എന്തിനെങ്ങനെ സംസാരിക്കുന്നേ? സൂര്യ മാനസയെ വിവാഹം കഴിക്കുന്നതിൽ എനിക്കൊരു വിഷമവുമില്ല, മറിച്ച് സന്തോഷമേ ഉള്ളൂ. ഏട്ടത്തി, വെറുതെ കാള പെറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കാൻ നിൽക്കണ്ട. ഭാവന അറിയാതെയല്ല ഈ കല്യാണം നടക്കുന്നതും. അല്ല വല്യച്ഛ, എന്തുണ്ടെങ്കിലും വല്യച്ഛനെ വിളിച്ചു പറയുന്നവര് ഇക്കാര്യം മാത്രം പറഞ്ഞില്ലേ?
വെല്ലിച്ച, നീ ഏതായാലും കല്യാണക്കുറി വരെ അടിച്ചതല്ലേ, ഇനിയിപ്പോ ഇതിനെ കുറിച്ച് സംസാരിക്കുന്നത്? നീ കൂടുതലൊന്നും പറയണ്ട സേതു. സൂര്യ ആരെ കിട്ടിയാലെന്താ, നിനക്ക് കേറ്ററിംഗ് കിട്ടിയാ മതിയല്ലോ. ഞങ്ങൾ അറിഞ്ഞു നീ ആ കേറ്ററിംഗ് നടത്തുന്നതെന്ന്. ഏട്ടത്തി, ഏട്ടാ, സേതുവിനോട് പറഞ്ഞിട്ടാ ഏട്ടത്തി. അല്ലെങ്കിൽ തന്നെ സേതുവേട്ടൻ കാറ്ററിംഗ് ഏറ്റെടുക്കുന്നതിൽ എന്താ തെറ്റ്? ഇനി വല്യച്ഛന് വേണോ? എങ്കിൽ അവരോട് ഞാൻ സംസാരിക്കാം. പിന്നെ ഞങ്ങളുടെ പട്ടിക്ക് വേണം. ഇവൻ കൈയൊഴിയുന്നതൊക്കെ ഏറ്റെടുക്കാൻ നിൽക്കല്ലേ ഞങ്ങള്. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നറിയാം, എന്നാലും അറിഞ്ഞ കാര്യം ചോദിച്ചെന്നേ ഉള്ളൂ. അപ്പോ നിങ്ങൾ എല്ലാരും കല്യാണത്തിന് കാണുമായിരിക്കും അല്ലേ? അക്കാര്യത്തിൽ വെറുതെ സംശയം വേണ്ട വല്യമ്മേ. ഞങ്ങൾ എല്ലാവരും കല്യാണത്തിന് ഉണ്ടാവും. നാണമില്ലാത്തവരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ജാനകി. വെളിച്ച വെറുതെ ആവശ്യമില്ലാത്ത കാര്യം സംസാരിക്കണ്ട. ഇവിടെ എന്താ ചെയ്യേണ്ടെന്ന് ഭാവനയ്ക്ക് അറിയാം. കാരണം ഇത് ഇവള് തന്നെ എടുത്ത തീരുമാനമാണ്. സേതുവേട്ടാ, വിട്ടേക്ക്. മനഃപൂർവ്വം ഒരു സംസാരത്തിന് വല്യച്ഛനും വല്യമ്മയും കൂടി ഈ ലെറ്ററും കൊണ്ടുവന്നത്. ശരിടാ, ഒരു വിവരം അറിഞ്ഞാൽ അതൊന്നും ചോദിക്കാനും പാടില്ലേ? എന്തിന്? 2 ദിവസം മുമ്പ് വല്യച്ഛൻ അറിഞ്ഞതല്ലേ ഞാനും സൂര്യൻ തമ്മിൽ വേർപിരിഞ്ഞ കാര്യം. പിന്നെ എന്തിനാ വല്യച്ഛ ഇങ്ങനൊരു ചോദ്യമായിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അപ്പൊ നിങ്ങൾക്ക് എന്റെ വിഷമം നിറഞ്ഞ മുഖം കാണണം അല്ലേ? ശരിയല്ലേ? എന്നാ കേട്ടോ, എനിക്കിവിടെ ഒരു വിഷമവും ഇല്ല വല്യച്ഛ. അങ്ങനെ എന്തെങ്കിലും വല്യച്ഛന്റെ മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് കളഞ്ഞേക്ക്. ഭാവനെ വിട്ടേക്ക്, ഇനി അധികം സംസാരിച്ച വെറുതെ സമയം കളയണ്ട. എനിക്ക് പോയിട്ട് വേറെ ജോലിയുണ്ട്. കണ്ടോ കണ്ടോ പപ്പേട്ടാ, നമ്മൾ ഇവിടെ വന്നത് സംസാരിച്ചു ഒന്നും അവന് പിടിച്ചിട്ടില്ല. എന്നാ ശരി ഗായത്രി, ഞങ്ങൾ വന്ന് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾ അങ്ങ് പോയേക്കാം. വാ ജാനകി. ആ ജാനകി, ഒരു കാര്യം കൂടി. എവിടെ പോവോ? കണ്ടോണ്ടിരിക്കേ. അതാ നല്ലത്. രണ്ടും കൂടിയേ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി വന്നതാ. മോളെ, എന്താ മോളെ വാങ്ങിച്ചോ? വാങ്ങി ആന്റി. ആന്റി പറഞ്ഞതുകൊണ്ട് മാത്രം ഭാവനയ്ക്ക് ഞാൻ ഈ സാരി വാങ്ങിയത്. മറ്റൊന്നും കൊണ്ടല്ല മോളെ, ഭാവനയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്താണെന്നറിയണം. അത് ഈ സാരി കൊടുക്കുമ്പോ തന്നെ അവളുടെ മുഖത്ത് നിനക്ക് കാണാൻ പറ്റും. മനസ്സിലായി ആന്റി. എന്തായാലും ഞാനിത് കൊണ്ടേ കൊടുത്തിട്ട് വരാം. പിന്നൊരു കാര്യം കൂടി, ഗായത്രിയുടെയും ഭാവനയുടെയും അനുഗ്രഹം കൂടി വാങ്ങണം. നിന്നിൽ അവർക്ക് ഒരു കാരണവശാലും വെറുപ്പ് തോന്നാൻ പാടില്ല. ഓക്കെ ആന്റി, ഞാനിതൊക്കെ കൃത്യമായിട്ട് ചെയ്തോളാം. ഇതൊക്കെ എന്റെ മധുര പ്രതികാരമാണ് മോളെ. കാര്യങ്ങൾ ഇതുവരെ കൊണ്ടെത്തിക്കാൻ പെട്ട പാട് എനിക്കേ അറിയുള്ളൂ. ഇനി താമസിക്കണ്ട, മോള് ചെല്ല്. ശരി ആന്റി. അവളെങ്ങോട്ടാ പോകുന്നേ? ഭാവനയെ കാണാൻ. എന്തിനാ ഇപ്പൊ ഭാവനയെ കാണാൻ പോകുന്നേ? മോക്കൊരാഗ്രഹം, വിവാഹത്തിനൊടുക്കാൻ ഭാവനയ്ക്കൊരു സാരി കൊടുക്കണമെന്ന്. അതും കൊണ്ട് പോയതാ. ഇപ്പോ അതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നോ? അവളുടെ ആഗ്രഹമല്ലേ ദേവേട്ട, ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു ഭാവനയുടെയും ഗായത്രിയുടെയും അനുഗ്രഹം കൂടി വാങ്ങിക്കൊള്ളാൻ. ഇതൊക്കെ ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇല്ലാത്ത ശീലങ്ങളല്ലേ ദേവേട്ട? മാനസമോൾ ഇങ്ങനെ ചിന്തിക്കുന്നത് പോലും നല്ല ലക്ഷണമല്ലേ? ഭാവനയും വീട്ടുകാരും എന്തായാലും സന്തോഷത്തോടെ വിവാഹത്തിൽ പങ്കെടുക്കില്ല. അത് അവരല്ല, അവരുടെ സ്ഥാനം നമ്മളായാലും ചെയ്യില്ല. പിന്നെ എന്തിനാ ഇങ്ങനൊരു കാര്യത്തിന് പോകുന്നതെന്നാ ഞാൻ ചോദിക്കുന്നേ. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചില്ല ദേവേട്ട. കേട്ടപ്പോ നല്ലതാന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ സമ്മതം മൂളിയത്. വേണമെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ അവളെ തിരികെ വിളിക്കാം. വേണ്ട, ഇനി അവള് പോയിട്ട് വരട്ടെ, തടയണ്ട. അനുഗ്രഹം വാങ്ങലും യാത്ര പറയലും ഒക്കെ മണ്ഡപത്തിൽ വെച്ച് ആവുമല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. ദേവേട്ടനോടൊന്ന് ചോദിച്ചിട്ട് തീരുമാനിച്ചാൽ മതിയായിരുന്നു. ഞാനും അത് ആലോചിച്ചില്ല ദേവേട്ട. ഇനി അത് പോട്ടെ. സൂര്യ എവിടെ? മുറിയെ കണ്ടില്ല. മോനി വന്നിരുന്നു. രണ്ടുപേരും കൂടി പുറത്തേക്ക് എവിടെ പോയതാ. ഞാനും ഒന്ന് പുറത്തേക്ക് പോവാ. നാളത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വരാം. ശരി ദേവേട്ട. വിജയപത്മ. വിജയപത്മ. ജയ്,
എല്ലാം ഓക്കെ അല്ലേ? വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ? ഇല്ല വിജയപത്മ, ഇതുവരെയുള്ള എന്റെ പരിശ്രമങ്ങൾക്ക് നാളെ ഫലം കാണാൻ പോവുക. ആ അതെ ജയ, ജയയുടെ ഈ സന്തോഷത്തിൽ ഞാനും ജാനകിയും പങ്കുചേരുന്നു.